ഹലോ, ഇതെന്തായി കാണുന്നത്? ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ എന്ത് പറയും? മാങ്ങ. എന്നാൽ എനിക്കിത് വെറും മാങ്ങയല്ല കേട്ടോ. ഇതെൻ്റെ മനസ്സിൽ ഇതൊരു ടോക്കൺ ഓഫ് ലവ് ആണ്. കാരണം മാമ്പഴത്തിൻ്റെ കാലമായപ്പോഴേക്കും ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇടുക്കിയിലെത്തി നമ്മുടെ വീട്ടു താമസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരവിടെ നിന്ന് വരുമ്പോൾ ഒരു പാത്രം നിറയെ മാങ്ങയായിട്ടാണ് കേട്ടോ വന്നത്. നമുക്കത് മിസ്സായി പോകരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ടോക്കൺ ഓഫ് ലവ് തന്നെയല്ലേ? ഇന്നിപ്പം വിത്തേച്ചിയും സുബിയേട്ടനും മക്കളും വിത്തേച്ചിയുടെ അമ്മയൊക്കെ തിരിച്ചു പോവുകയാണ് കേട്ടോ. വീട്ടുതാമസമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ ഒരാഴ്ച കൂടി നിന്നിട്ടേ പോകുന്നുള്ളേ. എന്തായാലും അവരിവിടുന്ന് പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനും നിയമോളും കൂടി തിരിഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിയമോളോട് പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ ആ വരുന്ന വഴിയിലാണ് അമ്മയൊക്കെ ആദ്യം വെള്ളം കോരിക്കൊണ്ടിരുന്ന കിണർ, അതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ കിണർ. ഇത് നമ്മുടെ തറവാട്ട് പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആരും വെള്ളം കോരുന്നവരില്ല, എല്ലാവരും മോട്ടർ വെച്ച് വെള്ളം അടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് തൊട്ടിയൊന്നും ഇടാതെ ഇതിങ്ങനെ മൊത്തത്തിൽ മൂടി സംരക്ഷിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഏലത്തിന് തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ചുറ്റിനും മരങ്ങളുണ്ട്. അപ്പോൾ മരത്തിൽ നിന്നുള്ള ഇലകളൊക്കെ വീഴാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ വല കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് മഴ നനയാനൊരു അവസരം കിട്ടി കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഏലം നനയ്ക്കുന്ന രീതിയാണ് കേട്ടോ. ഇങ്ങനെ സ്പ്രിങ്ക്ലർ വെച്ച് ചുറ്റിനും ചെതറിച്ചിട്ടാണ്, വെള്ളം ചെതറിച്ചാണിപ്പോൾ ഇവിടെ ഏലം നനയ്ക്കുന്നത്. പണ്ടൊക്കെ പാപ്പൻ ഓസും വലിച്ച് ഇതിലൂടെ എല്ലാം നടന്ന് നനയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. കാലത്തിന് വന്ന മാറ്റങ്ങളല്ലേ. ഈ പറമ്പിൽ കൂടെ ഓരോ തവണ ഇങ്ങനെ നടക്കുമ്പോൾ കുട്ടിക്കാലത്തേക്ക് തിരിച്ച് നടക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നാറ്. ഇപ്പോൾ എൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട്. അവരുടെ ഈ പ്രായത്തിൽ ഞാനും അമ്മയും കൂടി വെള്ളം കോരാനൊക്കെ പോയിക്കൊണ്ടിരുന്ന വഴികളാണിതെല്ലാം. അതുപോലെ തന്നെ വിറക് പെറുക്കാനായിട്ട് അങ്ങനെയൊക്കെ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നമ്മുടെ മക്കൾക്ക് ഇതെല്ലാം അന്യമാണല്ലോ. അപ്പം ഞാൻ പറയുമ്പോൾ അവരിങ്ങനെ ആകാംക്ഷയോടെ കഥകൾ കേട്ടിരിക്കും. ഈ വഴിയെ കയറിയിട്ടായിരുന്നു തറവാട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എത്ര രാത്രിയാണെങ്കിലും ഇതിലൊന്നും നടക്കാനായിട്ട് ഞങ്ങൾക്കൊന്നും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ മക്കളുടെ ഒരു കാര്യമല്ലേ.